തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. 2 പവർ പാക്കറ്റുകളാണ് വരാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ സീസൺ 1 എന്നുള്ള നമ്മുടെ റോക്ക് സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ റോക്ക് സ്റ്റാർ സീസൺ 5 റോക്ക് സ്റ്റാർ നമ്മുടെ താരക്കുട്ടിയും കൗശിക്കും എത്താണ്. നമസ്കാരം. ഹായ് കൗശിക്. വണക്കം വണക്കം. எப்படி இருக்கீங்க? சௌக்கியமா? സുഖം ഇരിക്കേ. ഹലോ. ഹലോ. അല്ല താരക്കുട്ടിയായിരുന്നോ? ഈ ചേട്ടനെ കണ്ടപ്പോഴേ താരക്കുട്ടിയെ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. ചേട്ടനോട് നല്ല പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? ആ നമ്മള് പ്രാക്ടീസ് ചെയ്തു. ചേട്ടന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടാ. ശരി, ഏത് പാട്ടാ പാടാൻ? എനിക്ക് കുറച്ച് ദേഷ്യമുണ്ട്. അതെന്താ ദേഷ്യം? പാട്ടില് എന്താന്ന് പറ, തുറന്നു പറ. വാളെടുത്താൽ അങ്ങ് കളിയായിരുന്നു. അതില് ഒരു രുക്മിണി ഇല്ലേ, ആ പെണ്ണ് ദേഷ്യമില്ല ഏട്ടനോട്. അതാ ഞാൻ പറഞ്ഞേ. മാധവനും രുക്മിണിയാണ്. പിന്നെ അമേരിക്കയിൽ പോയ ആളെ കാണുന്നില്ലല്ലോ. വരും ഒരു 10 ദിവസം കൂടെ. അതെ, അത്രയും കൂടെ വെയിറ്റ് ചെയ്താ. അയ്യോ എനിക്കിപ്പൊ കാണണം. ഒരാളെ നമ്മൾ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ്? കിളിബ്രോ. Hello, Tara. Hi. Tara, how are you? I'm fine. I am fine, thank you. Nice. കൗശിക് എന്നുള്ള പേര് അറിയപ്പെട്ടത് എങ്ങനെയാ? ഈ ടോപ്പ് സിംഗറിൽ അതെ, ഉറപ്പായിട്ടും ആ ഭൂമിയിൽ നിന്നും ഉയർന്നു വന്ന കുഞ്ഞല്ലേടാ നീ? അതെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ആള് ഭയങ്കര ഫേമസ് ആയി, ഡാൻസ് ആയി, കോളേജ് മുഴുവൻ പാടി പെർഫോം ചെയ്ത് നടക്കുന്നു. അതിന്റെ ഇടയിൽ ഒരാള് പൊക്കി കൊണ്ടുപോയി. ഞാൻ പൊക്കിക്കൊണ്ടുപോയായിരുന്നു. പിന്നെ ഇവൻ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു നിങ്ങൾ സെപ്പറേറ്റഡ് ആയോ? അല്ല, ചെറുതായിട്ട് ഒരു ബാൻഡ് ഒക്കെ അവന് KL Express എന്റെ സ്വന്തം ബാൻഡ്. ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം. പാടിയത് അനുരാധ മാമും വിധു അങ്കിൾ. യെസ്. പിന്നെ ഓക്കെ, മ്യൂസിക്, വിദ്യാസാഗർ, ലിറിക്സ്, ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് വർഷം ഞാൻ പറയാം 2002. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാളെടുത്താൽ അങ്കകളി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. മടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ. പൊട്ടക്കുളം ആനകടി നെറ്റിപ്പട്ടം ആട്ടുകലെ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. ആട്ടക്കടി പൊട്ടക്കുളം ആനകടി നെറ്റിപ്പട്ടം ആട്ടുകലെ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. വാളെടുത്താൽ അങ്കകളി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. മീശക്കാരൻ മാധവനെ ദോഷത്തിൽ നാശ. ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. പൊട്ടുവച്ചൊരട്ടക്കാരി, ഒട്ടകം പോലെ ഒട്ടക്കാരി, കണ്ടൊടിഞ്ഞാൽ കണ്ട മുണ്ടി വായാടി. ഉശിരിട്ടു കളിക്കാൻ കശക്കി ഞാനിനിയും തിരുമല മുരുക വെലുകട തരണം ചടുമുടു ചാമുണ്ടിയെ നിനക്ക്
ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. തന്തയുടെ തങ്കക്കട്ടി തള്ളയുടെ പൂച്ചക്കുട്ടി നാട്ടുകാർക്ക് മുന്നിൽ പെട്ടാൽ മൂദേവി. തറുതല പറഞ്ഞാൽ ഉറുമി കൊണ്ടിരിയും, കളരിയിൽ കളിച്ചാൽ ചുരിക കൊണ്ടിരിയും. ഉശിരുള്ളൊരു നൂലിയെ നിനക്കിന്നു മരണം. പൊട്ടക്കുളം ആനക്കടി നെറ്റിപ്പട്ടം ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. ആട്ടക്കടി നെറ്റക്കുളം ആനക്കടി നെറ്റിപ്പട്ടം ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. വാളെടുത്താൽ അങ്കകളി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. മടയന്റെ മകളെ ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ. ആട്ടകളി പൊട്ടക്കുളം ആനകളി നെറ്റിപ്പട്ടം ആട്ടുകളി അരച്ചു നിന്നെ ആട്ടപ്പടി പൊട്ടക്കുളം ആനകളി നെറ്റിപ്പട്ടം ആട്ടുകളി അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. വെരി ഗുഡ്, വെരി ഗുഡ്. Thank you. വെരി നൈസ്, വെരി നൈസ്. Wow, she surprised me, bro. That was a nice voice. Can you do it again? That was a very good, nice performance. Thank You sing very good. I like your voice. Thank you. Wow, wow. In the beginning, I thought like you were just a dancer. Then you were a singer and a performer. That was very nice and you very cute. Thank you. Give me 5. Yes. That was a nice performance. So Kili, how is the show? And how was the performance? The show was amazing, actually. You want to dance with Tarakuti? Yes, yes. Like I want to hear her sing. Like she can sing and then we do like a little bit dance. എന്നാ ഒരു Yeah, പാട്ട് just- വന്നിട്ട്. just- അപ്പൊ ജഡ്ജസ്, താരക്കുട്ടിയുടെ പാട്ട് കിളിമാമൻ കേട്ടതിന് ശേഷം കിളിമാമന് താരക്കുട്ടിയുടെ കൂടെ ഡാൻസ് ചെയ്യണം. അപ്പം താരക്കുട്ടി ഒരു പാട്ട് പാടും, ഡിങ്കിരി പട്ടാളം പാടും. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് പാടി ഡാൻസ് ചെയ്യുന്നു. ഓക്കെ? ഡിങ്കിരി 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 പട്ടാളം. ഡുംകി 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 ഡുങ്കിരി പട്ടാളം. ഡിങ്കിരി 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 പട്ടാളം. ഡുംകി 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 ഡുങ്കിരി പട്ടാളം. കോഴി കുഞ്ഞിന് കുടുക്ക വെക്കണ കുറുക്ക പട്ടാളം. കോടമഞ്ഞിന് കുളം പഠിക്കണ കുതിര പട്ടാളം. കാത്തിരഞ്ഞാൽ തോക്കടിക്കണ ജ്യേഷ്ഠ പട്ടാളം. ഹേയ് നാട്ടുകാരെ നട്ടം തിരിക്കണ കൂട്ടപ്പട്ടാളം. കൂട്ടപ്പട്ടാളം. ഹേയ് നാട്ടുകാരെ നട്ടം തിരിക്കണ കൂട്ടപ്പട്ടാളം. മിയാ മിയാ മേ മൈമാ, മിയാ മിയാ മേ മൈമാ, മിയാ മിയാ മേ മൈമാ, മിയാ മിയാ മേ മൈമാ. ഡിങ്കിരി 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 പട്ടാളം. ഡുംകി 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 ഡുങ്കിരി പട്ടാളം. തീർന്നു? That was very nice. I tried to catch up with the moves, but it was too late for me. But you're nice. Your singing made me amazed me. താരക്കുട്ടിയുടെ സിംഗിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് കെട്ടിപ്പിടിച്ചോ? അത്ഭുതപ്പെടുത്തി. ക്യൂട്ട് ഹഗ് അതെ 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 ഇങ്ങനെ. So thank you കിളി. Thank you so much. Okay. It was nice, Kili. നൈസ്. Nice performance. ഒരുപക്ഷെ കിളിക്ക് തന്നെ ആ, കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് yes, വേറെ yes, രീതിയിൽ yes. കളിച്ച കൗശിക്കുട്ട, താരക്കുട്ടി, Yes. പൊളിച്ചല്ല, അടിപൊളിയായിരുന്നല്ലോ രണ്ടുപേരും. കലക്കിയല്ലോ. ഉഗ്രനായിരുന്നു, നല്ല പെർഫോമൻസ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഡാൻസും കൊള്ളാം, അതുപോലെ തന്നെ പുറകിലുണ്ടായിരുന്ന ഡാൻസേഴ്സും അടിപൊളിയായിട്ട് ചെയ്തു. ഉഗ്രനായിരുന്നു. എന്റെ ആർട്ടിന്റെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഇതൊക്കെ ചെയ്തില്ലേ, കാളയൊക്കെ കൊണ്ടുവന്ന് വെച്ച് അവരെല്ലാം പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സൂപ്പറായിരുന്നു. ടോപ്പ് ബാൻഡും
സൂപ്പർ സൂപ്പർ. അതുപോലെ തന്നെ കോറസുകാരും നന്നായിട്ട് പാടി. അതിന്റെ കൂട്ടത്തിൽ അവസാനം ഇവിടെ കിളിയണ്ണനും വന്ന് ഡാൻസ് ചെയ്തു. അതെ, രുക്മിണി ഇപ്പൊ മീശമാധവന്റെ കൂടെ പോവോ കിളിമാമന്റെ കൂടെ പോവോ? എവിടെ പോണ്ടേ? താൻസാനിയക്ക് പോണോ അതോ? എനിക്ക് രണ്ടുപേരൊപ്പം പോവാം. രണ്ടുപേരൊപ്പം ഞങ്ങൾ പോവും. ഞങ്ങൾ ഡിപ്ലോമാറ്റിക് രണ്ടുപേരും കൂടെ പോവും അല്ലേ? അത് ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് അടിപൊളിയായിരുന്നു, നന്നായിട്ട് പാടി താങ്ക് യു മധു. കേട്ടോ. കൗശിക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇവിടത്തെ മിടുമിടുക്കനായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ. ഇവിടുന്ന് നല്ല വിജയശ്രീ ലളിതനായിട്ട് പുറത്ത് പോയി ജീവിതം ആഘോഷിക്കുന്ന ഒരാളാണല്ലോ. സെലിബ്രേറ്റിംഗ് യുവർ ലൈഫ്, റൈറ്റ്? 18 വയസ്സായിട്ടില്ല, പക്ഷെ അതിന് മുമ്പ് US പോയി. അങ്ങനെ ഇനി പോവാത്ത ഒരുപാട് കൺട്രി, സ്വിറ്റ്സർലൻഡ് എല്ലാം പോവാൻ പറ്റിയത് റിമി ചേച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ചുമ്മാ ഒരാളെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്ത് എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ. കഴിവുണ്ട്, അത് ഓക്കെ ആയി സക്സസ് ആയോണ്ടല്ലോ. അങ്ങനെ നിനക്ക് നിന്റെ കഴിവാണത്. യു ആർ എ വെരി ഗുഡ് പെർഫോമർ. താങ്ക് യു സർ. യെസ്, ആൻഡ് വെരി ഗുഡ് സിംഗർ. പിന്നെ 18 വയസ്സൊന്നും ആവാൻ കാത്തിരിക്കുക. പല സ്ഥലത്തും ദുബായിലൊക്കെ ഇറങ്ങുമ്പോൾ പല പ്രാവശ്യം ഇവരെ മാത്രം പിടിച്ചു വെക്കും. കാരണം കൊച്ചല്ലേ, അപ്പൊ അച്ഛൻ എപ്പോഴും കൂടെയുണ്ട്. അച്ഛനെങ്ങാനും ഇല്ലാണ്ട് വരുന്ന ട്രിപ്പിലായിരിക്കും കഷ്ടകാലത്തിന്. കാരണം 18 ആയില്ല. അങ്ങനെ ഇവൻ നേർച്ച ഇതാ ഈ വർഷം 18 നിനക്ക് എന്താ ആഗ്രഹം? ഈ വിസയുടെ പ്രശ്നം മാറുമെന്നുള്ളതാണോ അതോ ലൈസൻസ് എടുക്കാന്നുള്ളതാണോ? 18 ആയി കഴിഞ്ഞാൽ അന്ന് രാവിലെ പോയിട്ട് ലൈസൻസ് എടുക്കും. അതാണ് ആദ്യത്തെ കാര്യം. അതാണ് ആദ്യം. പിന്നെ വണ്ടി എടുക്കണം. എന്ത് വണ്ടിയാണ് ആഗ്രഹം? വണ്ടി ഓൾറെഡി ഉണ്ടല്ലോ. ഉണ്ട്. എന്നാലും ലൈസൻസ് കിട്ടിയിട്ടൊരു വണ്ടി എടുക്കാന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ, പറ. BM എടുക്കണം ആഗ്രഹം നടക്കട്ടെ. താങ്ക് യു. അപ്പൊ എന്തായാലും കൗശിക്കുട്ടൻ കലക്കി. ഇനി നമ്മുടെ താരക്കുട്ടിയിലേക്ക് കിടക്കാം. രുക്മിണി നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ആ താളത്തില് കുഞ്ഞു കുട്ടിയല്ലേ, അങ്ങനെ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സംഗതികളെല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താനായിട്ട്. നീർക്കോലി ആദ്യത്തെ പല്ലവിൽ എന്താ നീർക്കോലി? അതെങ്ങനെയാ? അതന്നെ കോലി. യെസ്, വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് സ്പീഡിൽ. കോഹ്ലിയാണ്, വിരാട് കോഹ്ലിയാണ്, നീർക്കോഹ്ലിയാണ്? ആണോ, വിരാട് കോഹ്ലിയാണോ? നീർക്കോലി. ആ ഒരു സംഭവം മാത്രമാണ്. അങ്ങനെ സ്പീഡിലുള്ള സംഗതികൾ ആ സ്പീഡ് ടെമ്പോയിൽ കിട്ടുന്നില്ല ചില സമയത്ത്. കുഞ്ഞു കൊച്ചല്ലേ, ആയി വരുന്നല്ലേ ഉള്ളൂ. കുറച്ചും കൂടി വലുതാക്കുമ്പോ എല്ലാം പെർഫെക്റ്റ് ആവും. ഓക്കെ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു, അടിച്ച് പൊളിച്ചില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൗശിക്കിന്റെ ഒരു ഫാനാണ് ഞാൻ. കാരണം അവന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമാണ്. നന്നായിട്ട് പാടുകയും ചെയ്തു, നല്ല രസം ഉണ്ടായിരുന്നു. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, താരക്കുട്ടി ഇടയ്ക്ക് ആ കൗശികിന്റെ ഷർട്ടൊക്കെ പിടിച്ച ആ ഒരു സ്റ്റെപ്പൊക്കെ കാണിച്ചത് എന്ത് രസമായിരുന്നു. പിന്നെ പിണങ്ങണ പോലെ മുഖമൊക്കെ പിടിച്ചിട്ട്. ദോഷത്തിൽ നാനാശ ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. നല്ല രസം, നല്ലൊരു നയന മധുരവും ശ്രവണ മധുരവുമായിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ കിളിജി വന്ന് അതങ്ങ് കളർഫുൾ ആക്കി. അതെ, കിളി സൂപ്പർ. എനിക്കും പറയാനൊന്നുമില്ല, പാടിച്ച് പൊളിച്ചു. ഞാൻ ഈ കൗശിക്കിന്റെ പെർഫോമൻസ് എത്രയോ സ്റ്റേജിൽ ഒന്നിച്ച് പോകുന്നതാണ് കാണാറില്ല. ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നതും ബാക്കിൽ നിൽക്കുന്നതായോണ്ട് ഇന്നാണ് നിന്റെ പെർഫോമൻസ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് കാണുന്നത്. ശരിക്കും നമുക്ക് ആ രുക്മിണിയും മാധവനും ശരിക്കും ആ സിനിമയിലെ ആ ലൊക്കേഷനിൽ ആ കഥയിലോട്ടൊക്കെ ശരിക്കും നമ്മൾ പോയി ശരിക്കും എൻജോയ് ചെയ്തു. പല സ്ഥലത്ത് എന്റെ ചക്കരെ എന്നൊക്കെ വിധുവിന്റെ ആ വിളിയൊക്കെ അതൊക്കെ നീ ചെയ്തതും. പിന്നെ താരക്കുട്ടി ഒരു കുഞ്ഞൊന്നും നമുക്ക് തോന്നില്ല. നിങ്ങൾ രണ്ടൊരു ഈക്വൽ പ്രായത്തിലുള്ള രണ്ടുപേരും നിന്ന് അഭിനയിച്ചപ്പോ അങ്ങനെ തോന്നി. താരക്കുട്ടിയുടെ വിജയം. പിന്നെ ആപ്റ്റായ സോങ് ആണ് എടുത്തത്. കലക്കി. Yes. How was the song? The song was amazing. Actually, I listened to a lot of Malayalam songs, but this one, it was amazing because it's the first time hearing it. And who sing this song actually? Vidhu Pratap and Anuradha Sriram. Have you heard Appadi Pod? Not really much, but yeah, this song, she sang it like it's a song, you know? Yeah. താരക്കുട്ടിയുടെ സോങ് പോലെ പാടിയെന്ന്.
താരക്കുട്ടി ശരിക്കും അല്ലെങ്കിലും പാടിയെന്ന് തോന്നുന്നു. അനുരാധ ചേച്ചിയുടെ എന്തൊക്കെയോ yes, ചില yes. ടോണും ഉണ്ടായിരുന്നു. You did great, and the dancing was amazing. The back dancers did amazing job. Also, both of you did amazing performance there. Yeah, but these girls today deserve all the credits. Yeah. She did amazing, and she's cute also as well. Yeah, very cute. Yes, 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 yes. നല്ല ക്യൂട്ടാണെന്ന് കേട്ടില്ലേ? പുള്ളിക്കൊക്കെ ഭയങ്കര അത്ഭുതം, കാരണം ഇത്രയും പോകുന്ന ഒരു കുഞ്ഞു കൊച്ചു ഇത് എങ്ങനെ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടേ. അപ്പൊ ഇന്ന് താരക്കുട്ടിക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാണ്? ഒന്ന് ഗസ് ചെയ്ത് താരക്കുട്ടി. ഒരു 98, അത് മതിയോ? ഇച്ചിരി കൂട്ടിച്ച് വെച്ചോ, നോക്കാൻ 99. നോക്കാം. അത് മതിയോ? അയ്യോ എന്നാ ഇച്ചിരി കൂട്ടിക്കോട്ടോ. അല്ല 99 അത് കൂടാനില്ലാന്നും താരക്കുട്ടിക്ക് അറിയാം അല്ലേ? അല്ലേ താരക്കുട്ടിക്ക് അറിയാം അല്ലേ? എന്താ കാരണം? ഞാൻ സംഗതി കറക്റ്റ്. അപ്പൊ വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു. Atiol Kilipo Pukuti. അങ്ങനെ പോക്കുറ്റി പഠിപ്പിച്ചു നമ്മൾ. ഇനി എന്ത് വേണം? ഹാപ്പി അല്ലേ രണ്ടാളും? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് കൗശിക്. ഓക്കെ, കിളിപ്പോണ്ട് കയ്യിൽ പൂക്കുറ്റിയും കിട്ടിയില്ലേ? അതെ. ഹാപ്പി. Yes. ഹാപ്പി. എന്നാ രുക്മിണി മാധവനും പൊക്കോ. ടാറ്റാ. ോളം സമാനതകളില്ലാത്ത രുചി. LG കായം.